Good afternoon, students. Today I am going to take the next topic, that is events, and after that I will take the first exercise. So all of you take your textbook. Okay, next section, event. Okay, what is event? എന്താണ് ഇവൻ്റ് എന്ന് നിങ്ങൾക്കറിയാമോ? എനിവേ നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കി, വി ഹാവ് സ്റ്റഡീഡ് എബൌട്ട് റാൻഡം എക്സ്പീരിമെൻറ്റ് ആൻഡ് സാമ്പിൾ സ്പേസ് അസോസിയേറ്റഡ് വിത്ത് ആൻ എക്സ്പീരിമെൻറ്റ് അല്ലേ. ഒരു എക്സ്പീരിമെൻറ്റിനെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ എന്താണ് റാൻഡം എക്സ്പീരിമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് സാമ്പിൾ സ്പേസ്, ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ചായിരുന്നു അല്ലേ. നോക്കിക്കേ, ദ സാമ്പിൾ സ്പേസ് സെർവ്സ് ആസ് ആൻ യൂണിവേഴ്സൽ സെറ്റ് ഫോർ ഓൾ ക്വസ്റ്റ്യൻസ് കൺസേൺഡ് വിത്ത് ദി എക്സ്പീരിമെൻറ്റ്. അതായത് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ എക്സ്പീരിമെൻറ്റിൻ്റെ ഒരു യൂണിവേഴ്സൽ സെറ്റാണ് എന്തെന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് ആ എക്സ്പീരിമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേറെ ഏത് ഒക്കുറൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും അതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അതെല്ലാം എന്തിനെ ബേസ് ചെയ്തിരിക്കും, ഈ യൂണിവേഴ്സൽ സെറ്റായ സാമ്പിൾ സ്പേസിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കി. കൺസിഡർ ദ എക്സ്പീരിമെൻറ്റ് ഓഫ് ടോസിങ് എ കോയിൻ 2 times. ഓക്കെ, ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്ന എക്സ്പീരിമെൻറ്റ് കൺസിഡർ ചെയ്യുക. ആൻഡ് അസോസിയേറ്റഡ് സാമ്പിൾ സ്പേസ് ഈസ്, അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും, ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുക അല്ലേ. അപ്പോൾ 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പം 2 പ്രാവശ്യവും ഹെഡ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം ഹെഡും അടുത്ത പ്രാവശ്യം ടെയിലും ആവാം. ദെൻ ആദ്യത്തെ പ്രാവശ്യം ടെയിലാവാം, രണ്ടാമത്തെ പ്രാവശ്യം ഹെഡാവാം, പിന്നെന്താ 2 വട്ടവും ടെയിലാവാം അല്ലേ. അപ്പോൾ അങ്ങനെ ടോട്ടൽ 4 ഔട്ട്കംസ് ആണ് നമുക്ക് ഈ ഒരു എക്സ്പീരിമെൻറ്റ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച് ആൻഡ് ടി ടി. Now, suppose that we are interested in those outcomes which correspond to the occurrence of exactly one head. അതായത് ഈ ഔട്ട്കംസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ നിർത്തിക്കൊണ്ട് നമ്മളൊരു ഒക്കുറൻസ് എടുക്കുകയാണ്, എക്സാക്ട്ലി 1 head. എക്സാക്ട്ലി 1 head എന്ന് പറഞ്ഞാൽ എന്താ, ഒക്കുറൻസ് ഓഫ് എക്സാക്ട്ലി 1 head എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് മാത്രം ഷോ ചെയ്യുന്ന ഒക്കുറൻസ്. അപ്പോൾ ഈ സാമ്പിൾ സ്പേസിൽ ഒരു ഹെഡ് മാത്രം ഷോ ചെയ്യുന്ന ഒക്കുറൻസ് ഏതൊക്കെയുള്ളത്, എച്ച് ടിയും ടി എച്ചും ആണ് അല്ലേ. എച്ച് ടി ആൻഡ് ടി എച്ച് ആർ ദ ഒൺലി എലമെൻറ്റ്സ് ഓഫ് എസ് കറസ്പോണ്ടിങ് ടു ദ ഒക്കുറൻസ് ഓഫ് ദിസ് ഹാപ്പനിങ്. അതായത് എക്സാക്ട്ലി 1 head എന്നുള്ള ഹാപ്പനിങ് നടക്കണമെന്ന ഒക്കുറൻസ് ഏതൊക്കെയാണ്, എച്ച് ടിയും ടി എച്ചും. അപ്പോൾ എച്ച് ടിക്കകത്ത് ഒരു പ്രാവശ്യമേ ഹെഡുള്ളൂ, ടി എച്ചിലും ഒരു പ്രാവശ്യമേ ഹെഡുള്ളൂ. ഓക്കെ, ദീസ് 2 elements ഫോം ദ സെറ്റ് അല്ലേ. ഈ 2 എലമെൻറ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെറ്റ് ഫോം ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഈക്വൽ ടു സെറ്റ് ഓഫ് എച്ച് ടി ടി എച്ച്, അത് ഏത് ഇവൻ്റാണ്, ഒക്കുറൻസ് ഓഫ് എക്സാക്ട്ലി 1 head അല്ലേ. സാമ്പിൾ സ്പേസ് എസ്സിനെ നിർത്തിക്കൊണ്ട് നമ്മൾ അതിൽ നിന്നൊരു ഒക്കുറൻസ് കണ്ടുപിടിക്കുകയാണ്, എക്സാക്ട്ലി 1 headൻ്റെ ഒരു ഒക്കുറൻസ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ എഴുതുന്നത്, സെപ്പറേറ്റ് സെറ്റായിട്ട് എഴുതുന്നത്. ഈ ഈക്വൽ ടു സെറ്റ് ഓഫ് എച്ച് ടി ടി എച്ച് എന്ന് എഴുതാം. സോ നമുക്ക് സിംപ്ലി പറയാൻ പറ്റും, ഇ എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് എസ്. സാമ്പിൾ സ്പേസ് എസ്സിൻ്റെ ഒരു സബ്സെറ്റാണ് ഇ എന്ന് പറയുന്ന ഇവൻറ്റ്. ഓക്കെ, സിമിലർലി വി ഫൈൻഡ് ദ ഫോളോയിങ് കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഇവൻറ്റ്സ് ആൻഡ് സബ്സെറ്റ് ഓഫ് എസ്. അതുപോലെ തന്നെ താഴെ കുറച്ച് കറസ്പോണ്ടൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഇവൻറ്റ്സും സബ്സെറ്റ് ഓഫ് എസ് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സാമ്പിൾ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒക്കുറൻസ്. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒക്കുറൻസ് ഒരെണ്ണം ഏതായിരുന്നു, എക്സാക്ട്ലി 1 head. അതെന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് എഴുതാം എക്സാക്ട്ലി 2 head. ഓക്കെ, എക്സാക്ട്ലി 2 head എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹെഡ് വീഴുന്നു, അപ്പോൾ ഒരു ഔട്ട്കമേ വരത്തുള്ളൂ, എച്ച് എച്ച് എന്ന് പറയുന്ന ഒറ്റ ഔട്ട്കമേ വരത്തുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് പറയാം എന്താണ്, ഷോസ് ഒളി ടെയിൽ മാത്രം ഷോ ചെയ്യുന്നത് കാണിക്കുക, അതും ഒരു ഇവൻ്റാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് ഔട്ട്കം വരും, ഈ ഈക്വൽ ടു സെറ്റ് ഓഫ് ടി ടി, ടെയിൽ മാത്രം ഷോ ചെയ്യുന്ന ഔട്ട്കം ഏതാ, ടി ടി. അപ്പോൾ ഇതെല്ലാം എന്താണ്, സാമ്പിൾ സ്പേസ് എസ്സിൻ്റെ സബ്സെറ്റായിട്ടായിരിക്കും ഇവൻറ്റ്സുകൾ വരുന്നത്. ഏത് ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്താലും ആ ഇവൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സാമ്പിൾ സ്പേസ് എസ്സിൻ്റെ സബ്സെറ്റായിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇവൻറ്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇവൻറ്റ്സ് കറസ്പോണ്ടിങ് സബ്സെറ്റ് ഓഫ് എസ്. എസിൻ്റെ കറസ്പോണ്ടിങ് സബ്സെറ്റായിട്ട് നമ്മൾ എഴുതുകയാണ്. ഫസ്റ്റ് പറയാണ്, നമ്പർ ഓഫ് ടെയിൽസ് ഈസ് എക്സാക്ട്ലി 2. എന്താ പറയുന്നത്, നമ്പർ ഓഫ് ടെയിൽസ് ഈസ് എക്സാക്ട്ലി 2. അതായത് 2 ടെയിൽ ഉണ്ടാവുന്നത് കേസ് അല്ലേ.
അപ്പോൾ എ ഈക്വൽ ടു, അതായത് നമുക്കറിയാം സെറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ബി സി, നമുക്ക് ഏത് ലെറ്റേഴ്സ് കൊണ്ട് നമുക്കതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ കൊടുത്തു എ ഈക്വൽ ടു നമ്പർ ഓഫ് ടെയിൽസ് ഈസ് എക്സാക്ട്ലി 2, അതായത് ടെയിൽസിൻ്റെ എണ്ണം 2 വരുന്നത്. അപ്പോൾ ഏതാ സെറ്റ് ടി ടി അല്ലേ. അപ്പോൾ അതൊരു ഇവൻ്റാണ്. ടി ടി എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് എസിൻ്റെ ഒരു സബ്സെറ്റുമാണ്. ദെൻ അടുത്ത് നോക്കിക്കേ, നമ്പർ ഓഫ് ടെയിൽസ് ഈസ് അറ്റ്ലീസ്റ്റ് 1, അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു ടെയിലെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പം 2 ടെയിലും ആവാം, ഒരു ടെയിലുള്ളതും ആവാം അല്ലേ. അപ്പം ആ സെറ്റ് എങ്ങനെ വരും? ബി ഈക്വൽ ടു എച്ച് ടി ടി എച്ച് ടി ടി, അതും എന്താണ്? സാമ്പിൾ സ്പേസ് എസിൻ്റെ ഒരു സബ്സെറ്റാണ് അല്ലേ. ദെൻ അടുത്ത് നോക്കിയേ, നമ്പർ ഓഫ് ഹെഡ്സ് ഈസ് ഓൾമോസ്റ്റ് 1, എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് ഈസ് ഓൾമോസ്റ്റ് 1, അതായത് അറ്റ്മോസ്റ്റ് 1, ഓൾമോസ്റ്റ് അല്ല അറ്റ്മോസ്റ്റ് 1, അതായത് ഏറ്റവും കൂടിപ്പോയാൽ ഒരു ഹെഡ്. മനസ്സിലായോ? നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് കൂടിപ്പോയാൽ 1 ആവാൻ പാടുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ്? 1 ഉള്ളത് എഴുതാം, ഇല്ലാത്തതും എഴുതാം അല്ലേ. അപ്പം ഏതാ വരുന്നത്? എച്ച് ടി ടി എച്ച് ടി ടി. ദെൻ അടുത്ത എന്താ? സെക്കൻഡ് ടോസ് ഈസ് നോട്ട് ഹെഡ്, രണ്ടാമത് ടോസ് ചെയ്യുന്നത് ഹെഡ് ആവാൻ പാടില്ല. അപ്പം ഏതൊക്കെ ഇവൻ്റേ പറ്റുള്ളൂ? എച്ച് ടിയും ടി ടിയും അല്ലേ. ദെൻ അടുത്ത പറയാണ് നമ്പർ ഓഫ് ടെയിൽസ് ഈസ് അറ്റ്മോസ്റ്റ് 2, നമ്പർ ഓഫ് ടെയിൽ എന്ന് പറയുന്നത് എന്താ? അറ്റ്മോസ്റ്റ് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് കൂടിപ്പോയ 2 വരെ അല്ലേ. അപ്പം ഇല്ലാത്തത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എച്ച് 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 ടി ടി എച്ച് ടി ടി. ദെൻ അടുത്ത എന്താ? നമ്പർ ഓഫ് ടെയിൽസ് ഈസ് മോർ ദാൻ 2, 2 കൂടുതലുള്ള നമ്പർ ഓഫ് ടെയിൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ആൻസർ എന്താ? എം ടി സെറ്റ്. എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഒരു 0 പോലെ വരച്ചിട്ട് നടുക്കൂടൊരു വര കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? എം ടി സെറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഓരോന്നും എന്താ? ഓരോ ഇവൻറ്റുകളാണ് അല്ലേ. നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു? ടോസിങ് എ കോയിൻ 2 ടൈംസ് അല്ലേ. 2 പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് നമ്മൾ എഴുതി, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെ അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇവൻറ്റുകളായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ബാക്കി ഈ കൊടുത്തിരിക്കുന്നതെല്ലാം അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ്? സാമ്പിൾ സ്പേസ് എസിൻ്റെ ഒരു സബ്സെറ്റാണ്. Okay, the above discussion suggests that a subset of sample space is associated with an event. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് വൈസ് നമുക്ക് മനസ്സിലായി ഒരു സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഇവൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കും. ആൻഡ് ആൻ ഇവൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. അത് തന്നെ തിരിച്ചും പറഞ്ഞിരുന്നു, ഒരു ഇവൻറ്റും എപ്പോഴും സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് വി ഡിഫൈൻ ആൻ ഇവൻറ്റ് ആസ് ഫോളോസ്. ഓക്കെ, ഇവൻറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എനി സബ്സെറ്റ് ഇ ഓഫ് എ സാമ്പിൾ സ്പേസ് എസ്, എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിലെ ഏതൊരു സബ്സെറ്റ് ആയ ഇവൻറ്റ് ഇയെ, ഏതൊരു സബ്സെറ്റ് ഇയെയും നമുക്ക് എന്തെന്ന് പറയാം? ഇവൻറ്റ് എന്ന് പറയാം. എന്താണ്? എനി സബ്സെറ്റ് ഇ ഓഫ് എ സാമ്പിൾ സ്പേസ് എസ്, എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിലെ എന്താ ഇ എന്ന് പറയുന്ന ഏതൊരു സബ്സെറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇവൻറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്ത എന്താ? ഒക്കുറൻസ് ഓഫ് ആൻ ഇവൻറ്റ്. ഓക്കെ, ഇനി ഒക്കുറൻസ് ഓഫ് ആൻ ഇവൻറ്റ്. ഒക്കുറൻസ് ഓഫ് ആൻ ഇവൻറ്റ് നോക്കിക്കേ. കൺസിഡർ ദ എക്സ്പെരിമെൻറ്റ് ഓഫ് ത്രോയിങ് എ ഡൈ, അതായത് ഒരു ഡൈ ത്രോ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ഇ ഡിനോട്ട് ദ ഇവൻറ്റ്. ഇ എന്ന് പറയുന്ന ഇവൻറ്റ് ഡിനോട്ട് ചെയ്യാണ് എ നമ്പർ ലെസ് ദാൻ 4 അപ്പിയേഴ്സ്. അതായത് ഒരു ഡൈയിൽ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട് അല്ലേ. 1 ഉണ്ട്, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ്, തേർഡ്, 4, 5, 6 അങ്ങനെ 6 ഇതാ ഉള്ളത് അല്ലേ. അപ്പം 1 വീഴാം, 2 വീഴാം, ഒരു പ്രാവശ്യം ത്രോ ചെയ്യുമ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, കാരണം 6 ഇത് വരുന്നുണ്ട് അല്ലേ. സോ ടോട്ടൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എത്ര? 1, 2 സെറ്റ് ഓഫ് എസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4, 5, 6 ആണ്. അതാണ് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴത്തെ സാമ്പിൾ സ്പേസ്. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇവൻറ്റ് എന്താ പറയുക? എ നമ്പർ ലെസ് ദാൻ 4 അപ്പിയേഴ്സ്. ലെസ് ദാൻ 4 താഴെയുള്ള നമ്പർ വരുന്നത് അതപ്പോൾ ഏതാ? 1, 2, 3 അല്ലേ. set event E equal to 1, 2, 3. If actually 1 had appeared on the die, then we say that an event E has occurred അല്ലേ. 1 വീണെങ്കിൽ നമുക്ക് പറയാം ഇവൻറ്റ് E അവിടെ ഉണ്ട് അല്ലേ. As a matter of fact, its outcomes are 2 or 3. We say that event E has occurred അല്ലേ. 2 ഉം 3 ഉം വന്നാൽ നമുക്ക് പറയാം ഇവൻറ്റ് ഇയിൽ
ഉണ്ട്. കാരണം നമ്പർ ലെസ് ദാൻ 4 എന്ന് പറയുന്ന നമ്പറാണ് വീഴുന്നതെങ്കിൽ ഇവൻറ്റ് ഇ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒരു ഇവൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എ നമ്പർ ലെസ് ദാൻ 4 അപ്പിയേഴ്സ്. ടോട്ടൽ സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള സെറ്റാണ് അല്ലേ? അതിലെ ഒരു ഇവൻ്റാണ് എന്തെന്ന് പറയുന്നത് ലെസ് ദാൻ 4. ആ ഡൈ ത്രോ ചെയ്യുമ്പോൾ 4ൽ താഴെയുള്ള താഴെയുള്ള നമ്പറാണ് വീഴുന്നതെങ്കിൽ അതിനെ നമുക്കൊരു ഇവൻ്റായിട്ട് കൺസിഡർ ചെയ്യാമെന്ന്. അപ്പം 4 താഴെയുള്ള ഏത് നമ്പറൊക്കെ വരുന്നത് 1ഉം 2ഉം 3. അപ്പോൾ 1ഉം 2ഉം 3യുമാണ് വീഴുന്നതെങ്കിൽ അവിടെ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ആവുകയാണ് അല്ലേ? Thus, the event E of a sample space S is said to have occurred if the outcome of W of the experiment is such that W element E. If the outcome W is such that W element E, we say that the event E has not occurred. അതായത് ഇത്രയേ ഉള്ളൂ. എലമെൻറ്റ്, അതായത് ഇതിൻ്റെ അകത്തെ ഓരോ ഔട്ട്കം സാമ്പിൾ സ്പേസ് ഇ അല്ലെ സാമ്പിൾ സ്പേസ് എസ് അല്ലെങ്കിൽ ഇവൻറ്റ് ഇയിലെ ഓരോ എലമെൻറ്റും ഇപ്പം നമ്മൾ ഇപ്പോൾ വൺ എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് ഇയിലെ എലമെൻറ്റ് ആണെങ്കിൽ എന്താണ് അത് സാമ്പിൾ സ്പേസിലെ എലമെൻറ്റാണ്. എന്നാൽ ഇപ്പോൾ 4 എന്ന് പറയുന്നൊരു എലമെൻറ്റ് ഇതാണ് വീണമെങ്കിൽ 4 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഇ, അതായത് ഇവൻറ്റ് ഇയിലെ ഒരു എലമെൻ്റ് അല്ല എന്തെന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഇത്ര ഇതാക്കേണ്ട കാര്യമില്ല, ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇവൻറ്റ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും ഒരു സാമ്പിൾ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് ഒരു ഒക്കൂറൻസ് ആണ് നമ്മൾ പറയണം. ഇപ്പോൾ ലെസ് ദാൻ 4 പറഞ്ഞ പോലെ ഒരു ഒക്കൂറൻസ് ആണ്. അതിൽ 1ഓ 2ഓ 3ഓ ആണ് വീഴുന്നതെങ്കിൽ അവിടെ ഇവൻറ്റ് ഇ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇനി ടൈപ്സ് ഓഫ് ഇവൻറ്റ്സ്, ഏതൊക്കെ തരത്തിലുള്ള ഇവൻറ്റ് ഉണ്ടെന്നാണ് നോക്കുന്നത്. ഇവൻറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് ടൈപ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ എലമെൻറ്റ്സ് ദേ ഹാവ്. അതായത് ഇവൻറ്റ്സിനെ നമുക്ക് വേരിയസ് ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഓൺ ദ ബേസിസ് ഓഫ് ദ എലമെൻറ്റ്സ് ദേ ഹാവ്. അതിൽ ഉള്ള എലമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിഫറെൻറ്റ് ടൈപ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇംപോസിബിൾ ആൻഡ് ഷുവർ ഇവൻറ്റ്സ്. എന്താണ് ഇംപോസിബിൾ ആൻഡ് ഷുവർ ഇവൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എംപ്റ്റി സെറ്റ് ആൻഡ് ദ സാമ്പിൾ സ്പേസ് എസ് ഡിസ്ക്രൈബ് ഇവൻറ്റ്സ്. ഇൻ ഫാക്ട് എംപ്റ്റി ഈസ് കോൾഡ് ആൻ ഇംപോസിബിൾ ഇവൻറ്റ് ആൻഡ് യെസ് ദാറ്റ് ഈസ് ദ വോൾ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ദ ഷുവർ ഇവൻറ്റ്. അതായത് ഇംപോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നടക്കാൻ സാധ്യത ഇല്ലാത്തത് എന്നല്ലേ. ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലേ? സാമ്പിൾ സ്പേസ് എസിൻ്റെ ഉള്ളിൽ ഒരു എംപ്റ്റി സെറ്റ്, അതായത് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദ എംപ്റ്റി സെറ്റ് ആൻഡ് ദ സാമ്പിൾ സ്പേസ് എസ് ഡിസ്ക്രൈബ്സ് ഇവൻറ്റ്സ്. ഇൻ ഫാക്ട് എംപ്റ്റി സെറ്റ് ഈസ് കോൾഡ് ആൻ ഇംപോസിബിൾ ഇവൻറ്റ്. എംപ്റ്റി സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇംപോസിബിൾ ഇവൻറ്റ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ഒരു ഇവൻറ്റ് ഇല്ല. ഒരു ഇവൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അത് എംപ്റ്റി ആവുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഒരു സാമ്പിൾ സ്പേസ് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൈ ത്രോ ചെയ്യുന്ന ഒരു സാമ്പിൾ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് പറഞ്ഞാൽ 1 മുതൽ 6 വരെ 1 2 3 4 5 6 വരെ വരും. അപ്പോൾ ഞാനൊരു ഇവൻറ്റ് ഒക്കോർ ചെയ്യുകയാണ്. ദ നമ്പർ ഗ്രേറ്റർ ദാൻ 6 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടോ ഡൈയിൽ? എവിടം വരെയുള്ളൂ? 6 വരെയുള്ളൂ. അപ്പോൾ ദ നമ്പർ ഗ്രേറ്റർ ദാൻ 6 എന്ന് പറയുന്നൊരു ഇവൻറ്റ് ഇല്ല. സോ ദാറ്റ് ഇവൻറ്റ് ഈസ് ആൻ എംപ്റ്റി ഇവൻറ്റ്. ആ ഇവൻറ്റ് എന്താണ്? എംപ്റ്റി ഇവൻ്റ് ആണ്. സോ എംപ്റ്റി ഇവൻറ്റിന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇംപോസിബിൾ ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് യെസ് എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ സെറ്റാണ്. സോ ദ വോൾ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ദ ഷുവർ ഇവൻറ്റ്. അപ്പം ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഷുവർ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ആ മൊത്തത്തിലുള്ള സാമ്പിൾ സ്പേസ് ആണ്. Okay, then to understand these, let us consider the experiment of rolling a die. ഇത് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാണ്. റോളിംഗ് എ ഡൈ, ഒരു ഡൈ ത്രോ ചെയ്യുന്നു. ദ അസോസിയേറ്റഡ് സാമ്പിൾ സ്പേസ് ഈസ്, അതിൻ്റെ അസോസിയേറ്റഡ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് അല്ലേ? ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴത്തെ സാമ്പിൾ സ്പേസ് നമുക്കറിയാം. എസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 4 5 6 ആണ്. ലെറ്റ് ഇ ബി ദ ഇവൻറ്റ്. ദ നമ്പർ അപ്പിയേഴ്സ് ഓൺ ദ ഡൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. ഇ എന്ന് പറയുന്ന ഇവൻറ്റ് നമുക്ക് തന്നിരിക്കുകയാണ്. ദ നമ്പർ അപ്പിയേഴ്സ് ഓൺ ദ ഡൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. 7ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന നമ്പർ ആ ഡൈയിൽ അപ്പിയർ ആവണമെന്ന്.
അങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടോ? ഇല്ല. 7ൻ്റെ മൾട്ടിപ്പിൾ ഇതിൽ വരുന്നുണ്ടോ? ഇല്ല. ആകെയുള്ള ഔട്ട്കം എന്ന് പറയുന്നത് എത്ര? 1 2 3 4 5 6 ആണ്. അതിൽ 7ൻ്റെ മൾട്ടിപ്പിൾസ് ഒന്നും വരുന്നില്ല. ക്യാൻ യു റൈറ്റ് ദ സബ്സെറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ഇവൻറ്റ് ഇ? ഇയെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് സബ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ക്ലിയർലി നോ. നോ ഔട്ട്കം സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻസ് ഗിവൺ ഇൻ ദ ഇവൻറ്റ്. തന്നിരിക്കുന്ന ഇവൻറ്റിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഔട്ട്കം പോലും ഇല്ല. ദാറ്റ് ഈസ് നോ എലമെൻറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് എൻഷുർ ദ ഒക്വറൻസ് ഓഫ് ദ ഇവൻറ്റ് ഇ. അതിനർത്ഥം എന്താ? ഇവൻറ്റ് ഇയുടെ ഒക്വറൻസ് വരുന്ന സാമ്പിൾ സ്പേസിൽ ഒരെലമെൻറ്റും ഇല്ല. സോ ഇവൻറ്റ് ഇ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ആൻ എംപ്റ്റി സെറ്റ്. ഇ ഈക്വൽ ടു എംപ്റ്റി സെറ്റ് ആൻഡ് വിച്ച് ഈസ് ആൻ ഇംപോസിബിൾ ഇവൻറ്റ്. അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഇംപോസിബിൾ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇംപോസിബിൾ ഇവൻറ്റ് എന്താണ്? ഷുവർ ഇവൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇംപോസിബിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്റ്റി സെറ്റ്, അതിനെ നമുക്ക് ഇംപോസിബിൾ ഇവൻറ്റ് എന്ന് പറയാം. എന്നാൽ ഷുവർ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പീരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഷുവർ ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത വൺ നോക്കിയേ, സിമ്പിൾ ഇവൻറ്റ്. സിമ്പിൾ ഇവൻറ്റ് എന്താ നോക്കിയേ? ഇഫ് ആൻ ഇവൻറ്റ് ഇ ഹാസ് ഓൺലി വൺ സാമ്പിൾ പോയിൻറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. എന്താണ്? ഇവൻറ്റ് ഇ ഹാസ് ഓൺലി വൺ സാമ്പിൾ പോയിൻറ്റ്. സാമ്പിൾ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവൻറ്റ് ഇയിൽ ഒരു സാമ്പിൾ പോയിൻ്റേ ഉള്ളൂ എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ സിമ്പിൾ ഓർ എലമെൻ്ററി ഇവൻറ്റ്. അതിന് നമുക്ക് എന്തെന്ന് പറയാം? സിമ്പിൾ ഇവൻറ്റ് അല്ലെങ്കിൽ എലമെൻ്ററി ഇവൻറ്റ് എന്ന് പറയാം. അതായത് ഒരു ഔട്ട്കം മാത്രം വരിക. അങ്ങനെ വരുന്ന ഇവൻറ്റുകൾക്ക് നമുക്ക് എന്തെന്ന് പറയാം? സിമ്പിൾ ഇവൻറ്റ് അല്ലെങ്കിൽ എലമെൻ്ററി ഇവൻറ്റ് എന്ന് പറയാം. എന്താണ്? ഇഫ് ആൻ ഇവൻറ്റ് ഇ ഹാസ് ഓൺലി വൺ സാമ്പിൾ പോയിൻറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസിൽ ഒരു സാമ്പിൾ പോയിൻറ്റ് മാത്രമുള്ള ഇവൻറ്റുകൾക്ക് പറയുന്ന പേരാണ് സിമ്പിൾ ഇവൻറ്റ് അഥവാ എലമെൻ്ററി ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. For example, in the experiment of tossing two coinsൻ്റെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ സാമ്പിൾ സ്പേസ് ഏതാ? എസ്, എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി. ദർ ആർ 4 സിമ്പിൾ ഇവൻറ്റ്സ് കറസ്പോണ്ടിങ് ടു ദിസ് സാമ്പിൾ സ്പേസ്. ഈ സാമ്പിൾ സ്പേസിനെ കറസ്പോണ്ട് ചെയ്ത് 4 ഇവൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് E1 എന്ന് പറയുന്നത് എന്താ? ഷോസ് ഓൺലി ഹെഡ്. അതിൻ്റെ അകത്ത് എന്താ? എച്ച് എച്ച് മാത്രമേ ഉള്ളൂ അല്ലേ. E2 എന്ന് പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ അകത്ത് എച്ച് ടി. E3 എന്ന് പറയുമ്പോൾ ഒരു സെറ്റേ ഉള്ളൂ, ടി എച്ച്. E4 എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ, ടി ടി. അപ്പം നാല് ഇവൻറ്റുകൾ. ഈ 4 ഇവൻറ്റിലും ഒറ്റ ഔട്ട്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ സച്ച് ടൈപ്പ് ഓഫ് ഇവൻറ്റ്, ഇങ്ങനെയുള്ള ഇവൻറ്റുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സിമ്പിൾ ഇവൻറ്റ് അഥവാ എലമെൻ്ററി ഇവൻറ്റ്. സാമ്പിൾ പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു സാമ്പിൾ പോയിൻറ്റ്, അതായത് ഒരു ഔട്ട്കം മാത്രമുള്ള ഇവൻറ്റുകൾ. ഓക്കെ, അതിനെയാണ് സിമ്പിൾ ഇവൻറ്റ് അല്ലെങ്കിൽ എലമെൻ്ററി ഇവൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത എന്താണ്? കോമ്പൗണ്ട് ഇവൻറ്റ്. കോമ്പൗണ്ട് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ആൻ ഇവൻറ്റ് ഹാസ് മോർ ദാൻ വൺ സാമ്പിൾ പോയിൻറ്റ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, സിമ്പിൾ ഇവൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഒന്നിൽ കൂടുതൽ സാമ്പിൾ പോയിൻ്റ് ഉള്ള ഇവൻറ്റ്, അതായത് ഒന്നിൽ കൂടുതൽ ഔട്ട്കം ഉള്ള ഇവൻറ്റുകൾ. ആൻഡ് വിച്ച് ഈസ് കോൾഡ് എ കോമ്പൗണ്ട് ഇവൻറ്റ്. അങ്ങനെയുള്ള ഇവൻറ്റുകൾക്ക് പറയുന്നത് എന്താണ്? കോമ്പൗണ്ട് ഇവൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇൻ ദ എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ കോയിൻ ത്രൈസ്. 3 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുന്ന ഒരു ഇവൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇവൻറ്റ് കൊടുത്തിരിക്കുകയാണ് എക്സാക്ട്ലി 1 ഹെഡ് അപ്പിയർ. എന്താ? ഒരു ഹെഡേലും ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് അപ്പിയർഡ്. ഏറ്റവും കുറഞ്ഞത് ഒരു ഹെഡേലും ഉണ്ടായിരിക്കണം. പിന്നെ ജി എന്ന് പറഞ്ഞ് വേറൊരു ഇവൻറ്റ് കൊടുക്കുകയാണ് അറ്റ്മോസ്റ്റ് 1 ഹെഡ് അപ്പിയർഡ് അല്ലേ. അറ്റ്മോസ്റ്റ് 1 ഹെഡ്, കൂടിപ്പോയാൽ ഒരു ഹെഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ഇവൻറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പം ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴത്തെ സബ്സെറ്റ് എസ് എന്ന് പറയുന്നത് എന്താ? 3 പ്രാവശ്യവും ഹെഡ് വീഴാം അല്ലേ. അങ്ങനല്ലേ വരുന്നത്? 3 പ്രാവശ്യം ഹെഡ് വീഴാം അല്ലേ. പിന്നെ ആദ്യത്തെ 2 പ്രാവശ്യം ഹെഡും പിന്നെ ടെയിലും ആവാം. പിന്നെന്താ? ആദ്യത്തെ ഒരു വട്ടം ഹെഡും പിന്നെ 2ഉം ടെയിലാവാം. പിന്നെ അതേപോലെ തന്നെ തിരിച്ചും അല്ലേ. ഒരു വട്ടം ടെയിൽ പിന്നെ 2ഉം ഹെഡാവാം അല്ലേ. പിന്നെന്താ? 2 വട്ടം ടെയിലും ഒരു വട്ടം ഹെഡും ആവാം. പിന്നെ എച്ച് ടി എച്ച് ആവാം. ആദ്യത്തേത് ഹെഡ്, രണ്ടാമത്തേത് ടെയിൽ, പിന്നെ മൂന്നാമത്തെ ഹെഡ്. ഇത് തിരിച്ചു ആവാം. ആദ്യത്തെ ടെയിൽ, രണ്ടാമത്തെ ഹെഡ്, മൂന്നാമത്തെ ടെയിൽ. പിന്നെന്താ? 3ഉം ടെയിലാവാം. അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എങ്ങനെ വരുന്നതെന്ന് അറിയാമോ? 8 വരും അല്ലേ. ഒരു 3 കോയിൻസ്
ടോസ് ചെയ്യുമ്പോഴത്തെ ടോട്ടൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു സാമ്പിൾ സ്പേസ് ഒരു എക്സ്പെരിമെൻറ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഔട്ട്കം അല്ലെങ്കിൽ സാമ്പിൾ സ്പേസിൻ്റെ ടോട്ടൽ ഔട്ട്കം കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എക്സാമ്പിളിൽ കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുക എന്ന് വെച്ചാൽ കോയിനിന് എത്ര ഫേസ് ഉണ്ട്? 2. സോ ഓൾ ഓഫ് യു റൈറ്റ് 2 എന്ന് എഴുതുക. ഓക്കെ, ദെൻ എത്ര വട്ടമാണ് നമ്മളോട് ടോസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ? 3 വട്ടം അല്ലേ? അപ്പം 2ൻ്റെ പവറായിട്ട് 3 എന്ന് എഴുതണം. മനസ്സിലായോ? അപ്പം 3 വട്ടമായതുകൊണ്ട് 2 പവർ 3, 2 വട്ടമാണെങ്കിൽ 2 പവർ 2. ഇപ്പം 4 വട്ടമാണ് കോയിൻ ടോസ് ചെയ്യുന്നതെങ്കിൽ 2 പവർ 4. അപ്പോൾ അത്രയും എലമെൻറ്റ്സ് ആ സാമ്പിൾ സ്പേസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ 2 പവർ 3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 അല്ലേ? അപ്പോൾ എത്ര എലമെൻറ്റ്സ് വരും? 8 എലമെൻറ്റ്സ് വരും. അപ്പം 8 എലമെൻറ്റിൻ്റെ ഒരു സാമ്പിൾ സ്പേസാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. അതിൽ 3 ഇവൻറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി 1 ഹെഡ് അപ്പിയർ, ഒരു ഹെഡ് മാത്രം അപ്പിയർ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? HTT, THT, TTH, ഈ 3 എണ്ണമേ ഉള്ളൂ ഒറ്റ പ്രാവശ്യം ഹെഡ് അപ്പിയർ ആവുന്ന ഇവൻറ്റ് അല്ലേ? ഇനി F എന്ന് പറഞ്ഞ് നോക്കിയേ, അറ്റ്ലീസ്റ്റ് 1 ഹെഡ് അപ്പിയർ, ഏറ്റവും കുറഞ്ഞത് ഒരു ഹെഡ്. അപ്പോൾ ഒരു ഹെഡ് മുതൽ 2 ഹെഡും 3 ഹെഡും വരെ നമുക്ക് ആ സെറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ അത് ഏതൊക്കെ വരും? HTT, THT, TTH, HHT, HTH, THH, HHH. ഓക്കെ, ദെൻ G എന്ന് പറയുന്ന ഇവൻറ്റ് എന്താ പറയുന്നത്? അറ്റ്മോസ്റ്റ് 1 ഹെഡ് അപ്പിയേർഡ്. എന്താ, കൂടിപ്പോയാൽ ഒരു ഹെഡേ പാടുള്ളൂ, ഹെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്ത് വരും? TTT, THT, HTT, TTH. മനസ്സിലായോ? ഈച്ച് ഓഫ് ദ എബവ് സബ്സെറ്റ് കണ്ടെയ്ൻ മോർ ദാൻ 1 സാമ്പിൾ പോയിൻറ്റ് അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന ഈ 3 ഇവൻറ്റും ഒന്നിൽ കൂടുതൽ സാമ്പിൾ പോയിൻ്റ് ഉള്ളതാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇവൻറ്റുകളുള്ള ഔട്ട്കമുകളുള്ളതാണ് അല്ലേ? ഹെൻസ് ദേ ആർ കോൾഡ് കോമ്പൗണ്ട് ഇവൻറ്റ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ സാമ്പിൾ പോയിൻ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഔട്ട്കം ഉള്ള ഇവൻറ്റുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട് ഇവൻറ്റ്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.